എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ജീനിയസ് അക്കാഡമി ഒരുക്കുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് 2 പാർട്ടായിട്ടാണുള്ളത്. ഫസ്റ്റ് വോളിയം, സെക്കൻഡ് വോളിയം. ഇതിലെ ഫസ്റ്റ് വോളിയത്തിൽ 3 യൂണിറ്റാണുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് ആസ്പയർ ടു വിൻ, സെക്കൻഡ് യൂണിറ്റ് ബോൺസ് ഓഫ് ലവ് ആൻഡ് തേർഡ് യൂണിറ്റ് കെയർ ഫോർ ദ മോറോ. ഫസ്റ്റ് യൂണിറ്റിലെ ആസ്പയർ ടു വിൻ എന്ന ഫസ്റ്റ് യൂണിറ്റിലെ ദ റേസ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി, ലേണിംഗ് ദ ഗെയിം ഈസ് ആൻ ഓട്ടോബയോഗ്രഫി, ആൻഡ് ബാങ് ദ ഡ്രം ഇറ്റ് ഈസ് എ പോയം. Today we are going to discuss the first unit, aspire to win. എന്താണ് aspire to win എന്ന് പറഞ്ഞാൽ? aspire എന്ന് പറഞ്ഞാൽ അംബീഷൻ എന്നാണ് അർത്ഥം, അഭിലാഷം. വിൻ എന്ന് പറഞ്ഞാൽ വിജയം, ജയിക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിലാഷം, അമിതമായ ആഗ്രഹം എന്നാണ് aspire to win എന്ന ഫസ്റ്റ് യൂണിറ്റിൻ്റെ ടൈറ്റിൽ. ഇതിൽ നോക്കൂ, ഫസ്റ്റ് ദ റേസ് എന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. റേസ് എന്ന് പറഞ്ഞാൽ ഓട്ടമത്സരം എന്നാണ് അർത്ഥം. റേസ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥം വർഗം എന്നാണ്. ഒരു പ്രത്യേക വർഗത്തെ നമ്മൾ റേസ് എന്ന് പറയും. നമ്മൾ പറയാറുണ്ട് റേസ് ഡിസ്ക്രിമിനേഷൻ, അല്ലേ, വർണ്ണവിവേചനം എന്നല്ലെങ്കിൽ വർഗവിവേചനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇവിടെ റേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓട്ടമത്സരം എന്ന് തന്നെയാണ്. റേസ് എന്ന ഈ സ്റ്റോറി എഴുതിയിരിക്കുന്നത് നിഷ പഞ്ചാബി. ഷീ ഈസ് എ ഫ്രീലാൻസ് റൈറ്റർ ബേസ്ഡ് ഇൻ ലക്നൗ, ഇന്ത്യ. നിഷ പഞ്ചാബി പഞ്ചാബിലെ മൻസ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. ഷീ ഈസ് ബേസിക്കലി ഓർ പ്രൊഫഷണലി എ റൈറ്റർ, സ്റ്റോറി റൈറ്റർ. ഷീ ഹാസ് ടേക്കൺ ഡിഗ്രി ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ആൾസോ ഇക്കണോമിക്സ്. അവർ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ അതുപോലെ ഇക്കണോമിക്സിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിരുദാനന്തര ബിരുദം, മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുന്നത് അവർ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ്. ഹെർ നോട്ടബിൾ വർക്ക്സ്, അവരുടെ ഏറ്റവും ശ്രദ്ധേയമായ വർക്ക് എന്ന് പറയുന്നത് ദ റേസ് എന്ന് പറയുന്ന നമ്മളിപ്പോൾ പഠിക്കുന്ന സ്റ്റോറി, ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ്, ന്യൂഡൽഹി, ഇന്ത്യ ഇൻ 2001. ഇതൊക്കെയാണ് അവരുടെ ശ്രദ്ധേയമായ എഴുത്തുകൾ. ഇനി നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ദ റേസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരാം. നോക്കൂ, റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്ന ഒരു ഭാഗം നിങ്ങൾ അതിൻ്റെ ടോപ്പിൽ ശ്രദ്ധിച്ച് കാണും. അറ്റ് ദ എൻഡ് ഓഫ് എ ഗെയിം ഓർ എ സ്പോർട്ടിംഗ് ഈവൻറ്റ് വി യൂഷ്വലി അപ്രീഷിയേറ്റ് ദ വിന്നർ ഓർ ദ റെക്കോർഡ് ബ്രേക്കർ. ഒരു മത്സരത്തിൻ്റെ, എന്ത് മത്സരമോ ആയിക്കോട്ടെ, ആ മത്സരത്തിൻ്റെ അവസാനം വിജയിക്കുന്ന വ്യക്തിയെ നമ്മൾ സ്വാഭാവികമായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്, അല്ലേ? എന്താണ് അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ? അഭിനന്ദിക്കുക, അല്ലേ? ഷുഡിൻ വി എൻകറേജ് ദ ലോസർ ടു? ചിലപ്പോഴൊക്കെ തോറ്റ ആളുകളുടെയും പുറത്ത് കൊട്ടിയിട്ട് നമ്മൾ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അല്ലേ? ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ഇൻ ദി സ്റ്റോറി. റീഡ് ഓൺ. ഇവിടെ എന്താണ് ദ റേസ് എന്ന് പറയുന്ന നിഷ പഞ്ചാബിയുടെ ഈ സ്റ്റോറിയിൽ ചർച്ച ചെയ്യുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് ലിസൺ, ഫസ്റ്റ് പാരഗ്രാഫ്. തരുൺ വാസ് എ mediocre student. His grades could barely satisfy his parents, and he was not a good singer, dancer, painter, or even an actor. He always thought of himself as the black sheep of the family. His elder brother, who was pursuing a degree in engineering from a reputed college, always made the family proud. But Tarun was never good at anything like that. ഇവിടെ നോക്കൂ, ഫസ്റ്റ് പാരഗ്രാഫിൽ തരുൺ എന്ന് പറയുന്ന ഒരു കുട്ടി, ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ് അവൻ. ഹിസ് ഗ്രേഡ്സ് കുഡ് ബയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവൻ്റെ മാർക്കൊന്നും അവൻ്റെ പാരൻസിന് അത്ര ഒരു മതിപ്പുളവാക്കുന്നതല്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. അവൻ നല്ല ഒരു പാട്ടുകാരനല്ല. ഡാൻസർ ഒരു നല്ല നർത്തകനല്ല. പെയിൻറ്റർ ഒരു നല്ല പെയിൻറ്ററല്ല. ഓർ ഈവൻ ആൻ ആക്ടർ, ഒരു നല്ല അഭിനേതാവുമല്ല.
ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ്, അവൻ എപ്പോഴും ഒരു ചിന്തയുണ്ട്. എന്താണ് ആ ചിന്ത? ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി, കൂട്ടത്തിൽ കൊള്ളാത്തവൻ, അവൻ്റെ കുടുംബത്തിൽ തന്നെ കൂട്ടത്തിൽ കൊള്ളാത്തവൻ എന്ന ഒരു നെഗറ്റീവ് ചിന്ത കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഹിസ് എൽഡർ ബ്രദർ, എന്നാൽ അവൻ്റെ മൂത്ത സഹോദരൻ, ഹു വാസ് പെർസ്യൂയിങ് എ ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഫ്രം എ റെപ്യൂട്ടഡ് കോളേജ്, നല്ല പ്രശസ്തമായ ഒരു കോളേജിൽ എൻജിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഓൾവേസ് മെയ്ഡ് ദ ഫാമിലി പ്രൗഡ്, അത് അവൻ്റെ വീട്ടുകാർക്ക് വലിയ ഒരു അഭിമാനമായിട്ട് തോന്നി. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്, പക്ഷെ അങ്ങനെയുള്ള ഒരു പഠന മികവൊന്നും ആർക്കുണ്ടായിരുന്നില്ല, തരുൺ എന്ന് പറയുന്ന കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. ഇനി നോക്കി ഫസ്റ്റ് പാരഗ്രാഫ് വളരെ ഈസിയറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ക്വസ്റ്റ്യൻ, ആ പാരഗ്രാഫിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. ഹു ഡു യു ലൈക്ക് മോർ, തരുൺ ഓർ ഹിസ് ബ്രദർ, വൈ? ഈ രണ്ട് കുട്ടികളിൽ തരുണിനെയാണോ അവൻ്റെ എൽഡർ ബ്രദറിനെയാണോ നിങ്ങൾക്കിഷ്ടം? വൈ, എന്തുകൊണ്ട്? ആൻസർ ഈസ് വെരി സിമ്പിൾ അല്ലേ? വളരെ ലളിതമായ രീതിയിൽ നമുക്ക് പറയാം, ഐ ലൈക്ക് ബോത്ത് ഓഫ് ദം ബിക്കോസ് ബോത്ത് ഓഫ് ദം ഹാവ് ദെയർ ഓൺ ക്വാളിറ്റീസ്. രണ്ട് പേരെയും എനിക്ക് ഇഷ്ടമാണ്, കാരണം രണ്ടു പേർക്കും അവരുടേതായ കുറേ ക്വാളിറ്റീസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് രണ്ട് പേരെയും ഇഷ്ടമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആൻസർ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞാൽ മതി, ഐ ലവ് ബോത്ത് ഓഫ് ദം, ഞാൻ രണ്ട് പേരെയും ഇഷ്ടപ്പെടുന്നു. ബിക്കോസ്, കാരണം ബോത്ത് ഓഫ് ദം ഹാവ്, രണ്ട് പേർക്കും ഉണ്ട്, ദെയർ ഓൺ ക്വാളിറ്റീസ്, അവരുടേതായ മേന്മകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ. ഓക്കെ, ലിസൺ. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, വൈ ഡിഡ് തരുൺ തിങ്ക് ദാറ്റ് ഹി വാസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി? എന്തുകൊണ്ടാണ് തരുൺ എന്ന് പറയുന്ന കുട്ടി താൻ കുടുംബത്തിൽ കൊള്ളാത്തവനാണ് എന്ന് ചിന്തിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, അവൻ നല്ല ഒരു പാട്ടുകാരനല്ല, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൻ ആൻ ആക്ടർ. അതാണ് ആൻസർ. മാത്രമല്ല, ഹിസ് പാരൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് പെർഫോമൻസ്, അവൻ്റെ അച്ഛനും അമ്മയൊന്നും അവൻ്റെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡുമല്ല. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദ നെക്സ്റ്റ് പാരാഗ്രാഫ്, second paragraph of the story. However, he was blessed with the strength of a great athlete. He was an excellent runner. He would run for hours, be it day or night. Whenever he felt sad and lonely, he exhausted himself by running, thus releasing all his pent-up emotion. At times he would miss his school bus and would then run to school, which was 5 miles away from his home. He just had one dream, to become the fastest runner in the world. Tarun did not know how to achieve his dream. On the one hand, his parents hated his running and wanted him to concentrate more on his studies, which he never did. On the other hand, he belonged to a middle-class family, and Tarun knew that to achieve his dream, he needed an intensive training, the amount for which was well beyond his family's reach. നോക്കൂ, സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നു, ഹവർ, ഇങ്ങനെയൊക്കെയാണെങ്കിലും അവൻ പഠിക്കില്ല, അവൻ പെയിൻറ്ററല്ല, അവൻ ഡാൻസറല്ല, അങ്ങനെയൊക്കെയാണെങ്കിലും ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്, അവന് നല്ല ഒരു കായിക താരമായിരുന്നു, അങ്ങനെ ഒരു അനുഗ്രഹം അവൻക്ക് കിട്ടിയിട്ടുണ്ട്. ഹി വാസ് ആൻ എക്സലൻറ്റ് റണ്ണർ, അവൻ നല്ല ഒരു ഓട്ടക്കാരനായിരുന്നു. ഹി വുഡ് റൺ ഫോർ അവേഴ്സ്, അവൻ ഒരുപാട് മണിക്കൂറുകൾ ഓടുമായിരുന്നു. ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്, ഇത് രാത്രിയോ പകലോ എന്നൊന്നുമില്ല. വെനെവർ ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി, അവന് എപ്പോഴൊക്കെ സങ്കടം തോന്നിയോ, ഏകാന്തത അനുഭവപ്പെട്ടോ, അപ്പോഴൊക്കെ തന്നെയും ഹി എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്, അവൻ ഓടിയിട്ടാണ് സങ്കടങ്ങൾ തീർക്കുന്നത്. ദസ് റിലീസിങ് ഓൾ ഹിസ് പെൻഡപ്പ് ഇമോഷൻസ്, അങ്ങനെ എല്ലാ സങ്കടങ്ങളും അവൻ തീർക്കും. പെൻഡപ്പ് എന്ന് പറഞ്ഞാൽ റിപ്രസ്ഡ് എന്നാണ് അർത്ഥം. ആ മാനസികമായ പ്രയാസത്തെ, പിരിമുറുക്കത്തെ അവൻ ഓടിയിട്ടാണ് തീർക്കുന്നത്. ആ ടൈംസ് ഹീ വുഡ് മിസ് ഈ സ്കൂൾ ബസ്, ചില സമയങ്ങളിൽ അവന് സ്കൂൾ ബസ് കിട്ടാറില്ല രാവിലെകളിൽ. ആൻഡ് വുഡ് ദെൻ റൺ ടു സ്കൂൾ, പക്ഷെ അവൻ എന്ത് ചെയ്യാറുണ്ട്, സ്കൂളിലേക്ക് ഓടാറുണ്ട് ബസ്സിന് പുറകെയായിട്ട്. വിച്ച് വാസ് 5 miles away ഫ്രം ഹിസ് ഹോം, വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ ദൂരെയാണ് സ്കൂള്. അത്രയും ദൂരെ, 5 miles ദൂരെയാണ് സ്കൂള്. അത്രയും ദൂരെ അവൻ ആ ബസ്സിൻ്റെ പുറകെ ഓടുമായിരുന്നു. ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം,
അവന് ഏകമായൊരു സ്വപ്നം എന്ന് പറയുന്നത് ടു ബിക്കം ദ ഫസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും നല്ലൊരു ഓട്ടക്കാരനാവണം എന്നതായിരുന്നു. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. പക്ഷേ ഈ സ്വപ്നങ്ങൾ എങ്ങനെയാണ് സാക്ഷാത്കരിക്കുക എന്ന് അവന് അറിയില്ലായിരുന്നു. ഓൺ ദ വൺ ഹാൻഡ്, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഹിസ് പാരൻസ് ഹെയ്റ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. പഠനത്തിൽ കൂടുതൽ കുട്ടി ശ്രദ്ധിക്കണമെന്നാണ് അവൻ്റെ പാരൻസ് ആഗ്രഹിച്ചത്, വിച്ച് ഹി നെവർ ഡിഡ്. അതാണെങ്കിൽ അവൻ ചെയ്യുകയുമില്ല. ഓൺ ദ അതർ ഹാൻഡ്, മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. അവൻ ഒരു ഇടത്തരം കുടുംബത്തിലാണ് ജനിച്ചത്, അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ആൻഡ് തരുൺ ന്യൂ ദാറ്റ്, ഇതൊക്കെ തരുണിന് അറിയാമായിരുന്നു. ടു അച്ചീവ് ഹിസ് ഡ്രീം, അവൻ്റെ സ്വപ്നങ്ങൾ നേടണമെങ്കിൽ ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്, തീവ്രമായ പരിശീലനം സിദ്ധിച്ചേ പറ്റൂ. ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. എന്നാൽ നല്ലൊരു പരിശീലനം കിട്ടണമെങ്കിൽ ഒരുപാട് പണം വേണം, അത് അവരുടെ ഫാമിലിയിൽ നിന്നും കിട്ടുന്നതുമല്ല. ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് അവൻ്റെ മുൻപിലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ നോക്കൂ, സെക്കൻഡ് പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് ഒരു തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. വാട്ട് വേർ ദ ഒബ്സ്റ്റക്കിൾസ് ബിഫോർ തരുൺ ഇൻ പെർസ്യൂയിങ് ഹിസ് ഡ്രീം? ഗീവ് സം സജഷൻസ് ടു സോൾവ് ദിസ്. എന്തൊക്കെയാണ് അവൻ്റെ മുൻപിലുള്ള പ്രശ്നങ്ങൾ, അത് തരണം ചെയ്യാൻ അവൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? നമുക്ക് മനസ്സിലാക്കാം. ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്. അവൻ്റെ അച്ഛൻ അമ്മ അവർക്കൊക്കെ പഠനത്തിൽ അവൻ ശ്രദ്ധിക്കണമെന്നാണ് ആഗ്രഹം, വിച്ച് ഹി നെവർ ഡിഡ്. അതാണെങ്കിൽ അവൻ ചെയ്തിട്ടുമില്ല. ഓൺ ദ അതർ ഹാൻഡ് ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അവൻ ഒരു മിഡിൽ ക്ലാസ്, ഒരു മധ്യ കുടുംബത്തിൽ, ഒരു ഇടത്തരം കുടുംബത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ആൻഡ് തരുൺ ന്യൂ ദാറ്റ്, ഇതൊക്കെ തരുൺ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കണമെങ്കിൽ ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്, വളരെ തീവ്രമായിട്ടുള്ളൊരു പരിശീലനം അവന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനുള്ള ആൻസർ വളരെ വ്യക്തമാണ്. ഹിസ് പാരൻസ് മുതൽ ഇങ്ങനെ തുടങ്ങി പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് എന്ന് പറയുന്ന ഞാൻ ഈ വായിച്ച ഭാഗം ഒന്ന് ശ്രദ്ധിച്ചാൽ തേർഡ് ക്വസ്റ്റ്യനുള്ള ആൻസറും നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക്സ്.